വാർത്തകൾ വിശദമായി. മലപ്പുറം തിരൂരിൽ മിനി ലോറി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ അപകടം. ചെമ്പിക്കൽ ആദവനാട് ഊരോത്ത് പള്ളിയാലി സ്പിന്നൽ റോഡിന് സമീപം നിയന്ത്രണം വിട്ട ലോറി ആഴമേറിയ ക്വാറിയിലെ വെള്ളത്തിലേക്ക് പതിക്കുകയായിരുന്നു. ലോറിയിൽ ഉണ്ടായിരുന്ന ഒരാളെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തെടുത്തു. വിവരങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, ഇപ്പോൾ ഈ ഒരു ഡ്രൈവറെ പുറത്തെടുത്തിട്ടുണ്ട്, എന്നാൽ ഈ ഒരു സഹായിക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, മലപ്പുറം തിരൂരിലാണ് ഇത്തരത്തിലുള്ളൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 65 അടിയോളം താഴ്ചയുള്ള കോറിയിലേക്കാണ് ഈ ഒരു മിനി ലോറി മറിഞ്ഞിരിക്കുന്നത്. തുടർന്ന് ഈ അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ ഡ്രൈവർ ജാഫറിനെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ സഹായിയായിട്ടുള്ള മുസ്തഫയെ ഇപ്പോഴും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മുസ്തഫയ്ക്കായിട്ടുള്ള തിരച്ചിലൊക്കെ നടത്തുകയാണ്. ഈ ലോറി ഉയർത്താൻ വേണ്ടിയിട്ട് ക്രെയിനൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മാത്രമല്ല സ്കൂബ ഡൈവേഴ്സും ഫയർഫോഴ്സും ചേർന്ന് ഈ സഹായിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ തുടരുകയാണ്. ഏകദേശം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ നിത്യോപയോഗ സാധനങ്ങൾ കയറ്റി വന്ന ലോറിയാണ് ഇത്തരത്തിൽ ഈ ക്വാറിയിലെ വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞത്. തുടർന്ന് ഈ ഡ്രൈവറെ ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തുകയായിരുന്നു. എന്നാൽ സഹായിയായിട്ടുള്ള മുസ്തഫയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇയാളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുകയാണ്. ലോറി പൂർണ്ണമായും ഈ കുളത്തിൽ മുങ്ങിയ നിലയിലാണ് ഉള്ളത്. ക്വാറി സ്ഥിതി ചെയ്യുന്നത് സ്ഥിരമൊരു അപകട മേഖലയിലാണെന്നാണ് വിവരം. അതുപോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് മാലിന്യവും പ്ലാസ്റ്റിക്കും നിറഞ്ഞതും ആഴമുള്ളതുമായിട്ടുള്ള ഒരു ക്വാറിയിലാണ് ഈ മിനി ലോറി മറിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സഹായിയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ചു മുൻപ് ഈ ലോറി ഉയർത്താൻ വേണ്ടിയിട്ട് ക്രെയിനൊക്കെ തന്നെ എത്തിച്ചിരുന്നു. എന്തായാലും സ്കൂബ ഡൈവേഴ്സും അതുപോലെ തന്നെ ഫയർഫോഴ്സും ചേർന്ന് ഈ സഹായിയായിട്ടുള്ള മുസ്തഫയെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ തന്നെയാണ് നടത്തുന്നത്. ഏകദേശം 65 അടിയോളം താഴ്ചയുള്ള ക്വാറിയിലേക്കാണ് ഈ ഒരു ലോറി മറിഞ്ഞിരിക്കുന്നത്. തിരൂരിൽ നിന്നുള്ള ഫയർഫോഴ്സും അതുപോലെ തന്നെ സ്കൂബ ഡൈവേഴ്സും എന്തായാലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ക്രെയിനൊക്കെ തന്നെ ലോറി ഉയർത്താൻ വേണ്ടി ക്രെയിനൊക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ഡ്രൈവർക്ക് കുഴപ്പമൊന്നുമില്ല. ലോറി മറിഞ്ഞതിന് പിന്നാലെ തന്നെ ഈ ഡ്രൈവർ ജാഫറിനെ രക്ഷപ്പെടുത്തിയിരുന്നു. ജാഫറിന് വലിയ പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ മുസ്തഫയെ പുറത്തെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തായാലും നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദീപ്തി, ശരി. എന്തായാലും മലപ്പുറം തിരൂരിലാണ് ഇത്തരത്തിൽ മിനി ലോറി വെള്ളക്കെട്ടിലേക്ക് മറിഞ്ഞ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ അപകടത്തിൽ എന്തായാലും ഡ്രൈവറെ രക്ഷപ്പെടുത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് പുറത്തെത്തിച്ചു. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആഴമേറിയ ക്വാറിയിലേക്കാണ്, ഏകദേശം 65 അടിയോളം താഴ്ചയുള്ള ആഴമേറിയ ക്വാറിയിലേക്കാണ് ഇത്തരത്തിൽ മിനി ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. ഒരു മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ അപകടം നടന്ന ഒരു 4 മണിക്കൂർ അടക്കം പിന്നിടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ തെരച്ചിൽ തുടരുകയാണ്. ഈ ഒരു സഹായിക്കായുള്ള തെരച്ചിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കെട്ടിലേക്കാണ് ഇത്തരത്തിൽ ലോറി മറിഞ്ഞത്. ഈ ഡ്രൈവറുടെ നിലവിൽ തൃപ്തികരമാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഡ്രൈവറോടൊപ്പം ഉണ്ടായിരുന്ന സഹായിയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. മുസ്തഫ എന്ന ആളെയാണ് കാണാതായിരിക്കുന്നത്. ഇയാൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഈ ക്രെയിൻ ഉപയോഗിച്ച് ലോറി ഉയർത്തിയതിനു ശേഷം ഇയാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ക്രെയിൻ അടക്കം എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. സ്കൂബ ടീം അടക്കം ഈ ഒരു പ്രദേശത്തുണ്ട്. തെരച്ചിൽ എന്തായാലും തുടരുകയാണ്. അഞ്ജുവാണ് വിവരങ്ങൾ നൽകിയത്.